എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇതാണ് ഇപ്പോൾ ഓച്ചിറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച അമർനാഥ് സാറിൻ്റെ വീട്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം സാർ. നമസ്കാരം. കയറി വാ. നമസ്കാരം. ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് അമർനാഥ് സാറ്. അപ്പോൾ ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ നിർമ്മാണ രീതികളെക്കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം സമീപനത്തെക്കുറിച്ചുമൊക്കെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളല്ല, സാറാണ്. അപ്പം സാർ ഇതിനെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ചുള്ള പച്ചയായിട്ടുള്ള അഭിപ്രായങ്ങൾ പൊലിപ്പിച്ചൊന്നുമില്ല, സാറിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രം സാറൊന്ന് പറഞ്ഞാൽ കൊള്ളാം. നമസ്കാരം. വീട് എന്നൊരു സ്വപ്നത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ വീട് നിർമ്മാണം അതാരെ ഏൽപ്പിക്കും എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ രാജേഷ് സാറിനെ എനിക്ക് ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു സാഹിത്യകാരൻ എന്ന നിലയിലും കേട്ടറിയാം. അദ്ദേഹം ആ മേഖലയിൽ ഉള്ള ഒരാളെന്ന തലത്തിലായിരുന്നു എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നത്. പക്ഷേ പിൽക്കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹം കൺസ്ട്രക്ഷൻ മേഖലയിലും സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു വരുന്നതായിട്ട് അറിയാൻ കഴിയുകയും അദ്ദേഹത്തിൻ്റെ നിർമ്മാണ രീതികളെക്കുറിച്ച് അനുഭവസ്ഥരായ ഗുണഭോക്താക്കൾ പറഞ്ഞു കേൾക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളൊന്ന് തീരുമാനിച്ചത് ഞങ്ങളുടെ ഈ വീടിൻ്റെ നിർമ്മാണം അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്നതാണ്. ഞാൻ എൻ്റെ സഹധർമ്മിണിയോട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ മറുത്തൊരു അഭിപ്രായം അവൾക്കുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പൂർണ്ണമായ തീരുമാനത്തിന് അനുസരിച്ച് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം വരികയും എഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങളുടെ വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായും മനോഹരമാക്കി തന്ന് ഈ നിർമ്മാണ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ചു വഴി. ഈ കാണുന്ന രീതിയിൽ ഞങ്ങളുടെ ഈ വീട് പൂർത്തീകരിക്കുമ്പോൾ സ്ട്രക്ചർ വർക്ക് മാത്രമല്ലാതെ അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരം സ്ട്രക്ചർ വർക്ക് മാത്രമല്ലാതെ ഇൻറ്റീരിയർ വർക്കും മറ്റ് പ്രവർത്തനങ്ങളും അദ്ദേഹം നിർവഹിച്ചു തന്നു. അതും ഒരു ക്ലയൻ്റ് എന്ന നിലയിലല്ല എന്നോട് അദ്ദേഹം വന്ന നാൾ മുതൽ ഈ പണി പൂർത്തീകരിച്ച് പാലുകാഴ്ച നടത്തി ഇതിലേക്ക് കുടിയിരുത്തുന്ന വരെയും അദ്ദേഹത്തിൽ നിന്നുണ്ടായത് ഒരു സഹോദര തുല്യമായ സ്നേഹവും കരുതലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാണ സമയങ്ങളിലൊന്നും ഒരു വക ടെൻഷനും എനിക്കില്ലായിരുന്നു. അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വസിച്ചു. ഈ നിമിഷം വരെ ആ വിശ്വാസം 100% സത്യസന്ധമായിരുന്നു എന്നും ഞങ്ങൾക്ക് ബോധ്യമായിട്ടുമുണ്ട്. ഇന്ന് ഈ വീട്ടിൽ ഞങ്ങൾ ഓരോ ദിനരാത്രങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തെ ഓർക്കും. വളരെ സമയക്ലിപ്തമായ രീതിയിൽ ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ എഗ്രിമെൻ്റ് പ്രകാരമുള്ള നിർമ്മാണ പ്രവൃത്തി കൂടാതെ ഇൻറ്റീരിയർ വർക്കാകം ഉൾപ്പെടെ 20,90,000 രൂപയ്ക്കാണ് ഈ വീട് അദ്ദേഹം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നത്. അതിലേറെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര രൂപയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു ഭവനമാണ് വേണ്ടത്? അപ്പോൾ അത് ഞങ്ങൾ പറയുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ മറ്റൊരു കോൺട്രാക്ടറൊക്കെ ചിലപ്പോൾ അത് പോരാ, അത് അങ്ങോട്ട് ഇച്ചിരി നീട്ടാം, ഇതിങ്ങോട്ട് നീട്ടാം എന്നൊക്കെ പറഞ്ഞ് ആ എഗ്രിമെൻ്റ് തുക അല്ലെങ്കിൽ ആ ഞങ്ങളുടെ കഴിവിനേക്കാൾ അപ്പുറമുള്ള ഒരു തുകയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സമാധാനത്തോടെ ഈ വീട്ടിനുള്ളിൽ കടവും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും വരാതെ പാർക്കുന്നതിന് വേണ്ട ഉപദേശമാണ് അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചത്. അതൊക്കെ മറ്റ് ഈ മേഖലയിൽ നിൽക്കുന്നതിൽ നിന്നും വളരെയേറെ വിഭിന്നമായ ഒരു സംഗതിയാണ്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായ സന്തോഷത്തോടെയാണ് ഈ നിമിഷം വരെ ഞങ്ങളുടെ ഈ വീട്ടിൽ കഴിയുന്നത്.
അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഒരിക്കലും ഒരു നഷ്ടമല്ല. അത് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടും ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്തിപ്പെടാവുന്ന നല്ലൊരു വ്യക്തിയാണ്. അതിന് ഞങ്ങൾ അനുഭവസ്ഥരാണ്. വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറ്. സാറ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഈ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് പോലുള്ള കാര്യമാണ് പറയുന്നത്. വീടെന്ന് പറയുന്നത് ഒരാളിൻ്റെ ഒരു ജന്മത്തെ അധ്വാനവും സ്വപ്നവും എല്ലാം ആണ്. പക്ഷെ ഒരു കാര്യമാണ്, വീടിന് വേണ്ടി നമ്മൾ എത്ര പൈസ മുടക്കുന്നോ അത്രയും പൈസ ഡെഡാണ്. അനുകരണങ്ങളിൽ ഒരു കാരണവശാലും പോയി ചതിയുടെ ഒരു പടുകുഴിയിൽ പോയി വീഴരുത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. നമ്മളുടെ സാധാരണ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണോ അതും ഇനിയുള്ള ആരോഗ്യമനുസരിച്ചും അല്ലെങ്കിൽ ആയുസിൻ്റെ ദൈർഘ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഇനി ഇത്രയും കൂടെ എനിക്ക് കടം വാങ്ങിയാൽ തീർക്കാമെന്നുള്ളതും എല്ലാം ചേർത്തുകൊണ്ടാണ് ആ വീട് വെക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഒരു മനുഷ്യായുസ് മുഴുവനുമുള്ള അധ്വാനം എടുത്താണ് വീട് പണിയുന്നത്. ഞാൻ സാറിനോട് പറഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത്, സാറിൻ്റെ കയ്യിൽ എന്താണോ ബഡ്ജറ്റ് ഉള്ളത് സാറ് അത് ആദ്യം പറയുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാനും അത് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം, ഏതെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കാം, അതിൻ്റെ നിർമ്മാണ സാമഗ്രികളെ കുറിച്ച് നമുക്ക് ഒരിടത്തിരുന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം അത് പേപ്പർ വർക്കാക്കി കരാറാക്കി ആണ് അതിൻ്റെ സ്ട്രക്ചർ വർക്കിലേക്ക് വന്നത്. സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞപ്പം അതിൻ്റെ ഇൻറ്റീരിയൽ വർക്കുകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് അതിന് ഏതൊക്കെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതും ഞങ്ങൾ കൂട്ടായിട്ട് ഞങ്ങൾ 3 പേരും കൂടി ആലോചിച്ചതിന് ശേഷം ആണ് ഇന്നിപ്പോൾ ഈ കാണുന്ന രീതിയിലാണ്. അതായത് കേവലം 950 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആണ് അദ്ദേഹത്തിൻ്റെ 1 ഇഞ്ച് സ്ഥലം പോലും, ഈ വീടിൻ്റെ 1 ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റായിട്ട് പോകാത്ത തരത്തിൽ 4 ബെഡ്റൂമും. 4 ബെഡ്റൂം എന്ന് പറയുമ്പം 9ക്ക് 10 വരുന്നുണ്ട്, 9ക്ക് 9 വരുന്നുണ്ട്. അത്തരത്തിലുള്ള 4 ബെഡ്റൂമും സ്റ്റെയർ വന്നിട്ടുണ്ട്. സ്റ്റെയറിനടിയിൽ തന്നെ ഒരു ബാത്റൂം വന്നിട്ടുണ്ട്, മുകളിലൊരു ബാത്റൂം വന്നിട്ടുണ്ട്, കിച്ചൺ വന്നിട്ടുണ്ട്, ചെറിയൊരു ഹാള്, അതുപോലെ സിറ്റ് ഔട്ട്, മുകളിലൊരു ബാൽക്കണി. ഇത്രയും കാര്യങ്ങൾ ഈ 950 സ്ക്വയർ ഫീറ്റിനകത്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഇന്റീരിയർ വർക്ക് അടക്കം മൊത്തത്തിൽ 20,90,000 രൂപയാണ് ഞങ്ങൾക്ക് മൊത്തത്തില ചിലവായിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിനും കുടുംബത്തിനും സുരക്ഷിതമായ ഒരു താവളം ഒരുക്കാൻ എന്നെക്കൊണ്ട് കഴിയുക എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹപ്രവർത്തകർക്കും കുറച്ചുനാൾ അരി മേടിക്കാനുള്ള ഒരു വഴി തെളിച്ചു തന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും എന്നും സർവേശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എന്നെ എന്നും പ്രോത്സാഹനം തന്ന് ഉയർത്തുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് ഒന്ന് പോകാം. നന്ദി, നമസ്കാരം.